ഇന്ത്യയിൽ നിന്നും ഈ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് കിട്ടിയത് 2 പേർക്കാണ്. അതിലൊന്ന് എൻ്റെ മകളായിരുന്നു. വിസ അപ്ലൈ ചെയ്ത് പല കാര്യങ്ങളും തടസ്സമായിരുന്നു. കാരണം വിസ അപ്ലൈ ചെയ്ത് ചിലതെല്ലാം സേവ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ തടസ്സങ്ങളും ഞാൻ ഉടനെ തന്നെ ഈ മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് കയ്യിൽ കൊടുക്കും. മോളെ ഇത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇവളുടെ എല്ലാ ചെറിയ ചെറിയ തെറ്റുകളെ കണ്ടുപിടിച്ച് ഇവൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു, മോളെ ഇത് മാതാവ് അപ്ലൈ ചെയ്തിട്ട് ഇത് എൻട്രി അടിക്കുന്നത് അല്ലെങ്കിൽ സേവ് ചെയ്ത് മാതാവാകട്ടെ എന്ന് ഞാൻ കാശ് രൂപ മാതാവിൻ്റെ കൊടുത്തു. മാതാവ് ആ കൾച്ചറൽ അല്ല മൗസിൽ അപ്ലൈ ചെയ്യുന്ന മാതിരി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. എൻ്റെ മകളുടെ ആ ടേൺ ഓഫ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ അവസരം നൽകിയില്ല. അതിന് മുമ്പ് ഓട്ടോ ഗ്രാൻഡ് എന്ന രീതിയിൽ എൻ്റെ മോൾക്ക് വിസ വന്നു. 10 സെക്കൻഡാണ് എടുത്തിട്ടുള്ളൂ വിസ വരാനായിട്ട്. ആ വിസ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ സംശയം ഇങ്ങനെ വരുമോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അവരെ വേറെ ഞങ്ങളുടെ പരിചയമുള്ള ഏജൻസിയിൽ ചോദിച്ചു പറഞ്ഞു, ഇത് വളരെ അപൂർവം കിട്ടുന്നൊരു അവസരമാണ്. സാധാരണ PhDകൾക്കൊന്നും ഇങ്ങനെ ഓട്ടോ ഗ്രാൻഡ് വിസ കൊടുക്കാറില്ല. നിങ്ങൾക്കൊരു പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ് ഈ വിസ നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയത്.